Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, എന്ത് പറ്റി ഇന്ന് വളരെ സ്ട്രെങ്ത് കുറവാണല്ലോ? മഴ കാരണമാണ് എല്ലാവർക്കും മഴയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലേ? മഴയും പിന്നെ നെറ്റ് ഇഷ്യൂസ് ഉള്ളവർ കാണും മേഡം. ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. രാവിലത്തെ ബാച്ചിലും സ്ട്രെങ്ത് കുറവായിരുന്നു അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. ദെൻ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ജനറൽ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞായിരുന്നോ? അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ആണോ? അതെ മാം. ഓക്കെ, ജനറൽ പ്രോബ്ലംസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ദെൻ പോയിന്റ് കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ജനറൽ പ്രോബ്ലംസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ആ ഒരു ജസ്റ്റ് ഒന്ന് വായിക്കുന്നുള്ള പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഒരു OPDയിലെ പ്രോബ്ലംസിനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലെ? അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയത് ജനറൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ജനറൽ പ്രോബ്ലംസ് മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ദെൻ ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം, then shortage of facilities, insufficient training of medical personnel concerning ambulatory care, fragmentation of care, then an organizational structure geared to traditional preference, resistance to change. ഇത്രയുമാണ് ജനറൽ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് സ്പെസിഫിക് പ്രോബ്ലംസ്. ജനറൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത് അല്ലെ? അപ്പോ ഇനി നമ്മൾ നോക്കുന്നത് സ്പെസിഫിക് ആയിട്ട് വരുന്നത് ഓരോ ഏരിയകളിലും അല്ലെങ്കിൽ സ്പെസിഫിക് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ സ്പെസിഫിക് പ്രോബ്ലംസ് നോക്കാം. ഓരോ പോയിന്റ് ആയിട്ടാണ്, കുഴപ്പമില്ല, എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലുള്ളതാണ് കേട്ടോ. നമുക്ക് എളുപ്പം വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ളതാണ്. ഫസ്റ്റ് വൺ, duties undertaken by auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. ഇവിടെ hurriedly means എന്താണ്? hurriedly കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ, തിടുക്കത്തിൽ എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ hurriedly പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ഓക്സിലറീസ് ആർ. ഓക്സിലറി മീൻസ് എന്താണ്? സഹായക ഹെൽപ്പിംഗ് സ്റ്റാഫുകൾ അല്ലെ? അപ്പോ ഈ ഹെൽപ്പിംഗ് സ്റ്റാഫുകൾ ഡോക്ടർമാരുടെ കൺസൾട്ടേഷനൊപ്പം ഈ കൂടിയാലോചന, കൺസൾട്ടേഷൻ നമ്മൾ ഡോക്ടറിനെ കാണുന്ന ആ ഒരു ഇതാണ് മീൻസ് കൺസൾട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഡോക്ടേഴ്സിന്റെ ആ ഒരു കൂടിയാലോചനയ്ക്കൊപ്പം തന്നെ വേഗത്തിലാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഹറിഡ്ലി വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചുമതലകളൊക്കെ അവർ പെട്ടെന്ന് ചെയ്യും. ആര്? ഓക്സിലറി സ്റ്റാഫുകൾ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ദിസ് ക്രിയേറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻസിലൊക്കെ അത് ഇൻഅപ്രോപ്രിയേറ്റ് കാണും. അതായത് ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങൾ തയ്യാറാക്കുന്നതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കില്ല, അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകളും മറ്റും വരുന്നു. അതാണ് ഫസ്റ്റ് സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രോബ്ലം മാത്രം ഇച്ചിരി പ്രശ്നമുള്ളൂ. പ്രശ്നമൊന്നും ഇല്ല, പെട്ടെന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നേക്കാം. കുഴപ്പമില്ല, ഒന്ന് വായിച്ചു നോക്കാം. അതായത് ഓക്സിലറി സ്റ്റാഫുകള് നമ്മളുടെ രോഗിയുടെ അല്ലെങ്കിൽ ഡോക്ടറിന്റെ കൺസൾട്ടേഷന് ശേഷം അവര് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറെ ചുമതലകളൊക്കെ ഏറ്റെടുക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഡോക്യുമെന്റേഷനിൽ എന്തെങ്കിലും അപാകതകളോ അങ്ങനെ കുഴപ്പങ്ങളോ എന്തെങ്കിലും ഒക്കെ വരുത്തും. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി അങ്ങോട്ട് വലിയ കുഴപ്പമില്ല, എളുപ്പമുള്ള പോയിന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് മാത്രം കുറച്ച് ചിലപ്പോൾ ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. സെക്കൻഡ് പോയിന്റ് നോക്കാം. ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് പേഷ്യന്റ്. ഇനി പേഷ്യന്റിനോട് ഈ ഓക്സിലറി സ്റ്റാഫുകൾ, അതായത് സഹായക സ്റ്റാഫുകൾ, OPയിലെ കുറെ നഴ്സുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനെയുള്ള സഹായകമായിട്ടുള്ള ഓക്സിലറി സ്റ്റാഫുകൾ ചില സമയങ്ങളിൽ പേഷ്യന്റിനോട് എന്ത് ചെയ്യും? മിസ്ബിഹേവ് ആയിട്ട് പെരുമാറുന്നത് കേട്ടോ. മിസ്ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അല്ലാത്ത രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. In absence of appointment system, patients start accumulating even before office time starts, creating a long queue of patient even before the arrival of doctors.
അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിലുള്ള ആബ്സെൻസ്. അതായത് എന്താ പറയാ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തില് ഇപ്പോ എന്താ നമ്മൾ ടോക്കൺ ഒക്കെ എടുത്തു, നമ്പറൊക്കെ എടുത്തു, അതൊക്കെ ഒരു അവിടേക്ക് ഒരു ആബ്സെൻസ് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഡോക്ടർ വരുന്നതിന് മുൻപ് ഒരു ലോങ് ക്യൂ പോലെ ഡോക്ടറിന്റെ ആ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈമിന് മുന്നേ തന്നെ ലോങ് ക്യൂ ഒക്കെ ആയിട്ട് വരും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അല്ലെ. അത് എന്തുകൊണ്ടാണ്? ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന ആബ്സെൻസ് മൂലമാണ് അല്ലെ. ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല, അതിന്റെ ഒരു കുറവ് മൂലം. ചിലപ്പോ നമ്മള് റിസപ്ഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ ടോക്കൺ എടുക്കണം, ആ ഒരു ഏരിയയിൽ ചെല്ലുമ്പോൾ ഒരു സ്റ്റാഫും ഒരു സിസ്റ്റവും ഒക്കെ ഉണ്ടാവുള്ളൂ ചില ഹോസ്പിറ്റലിലൊക്കെ അല്ലെ. അപ്പൊ നമ്മള് ഒത്തിരി നേരം അവിടെ ക്യൂ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് നിൽക്കേണ്ടതായിട്ടൊക്കെ വരും അല്ലെ. നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഈ സ്റ്റാഫുകളുടെ അഭാവം മൂലം അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ശരിയായിട്ട് നടന്നില്ലെങ്കിലേ നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തൊക്കെ ക്യൂലൊക്കെ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓക്കെ, ആർക്കും വന്നിട്ടില്ല? ഓക്കെ, ഒരാൾക്കെങ്കിലും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇന്ററപ്ഷൻസ് ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഇന്ററപ്ഷൻ എന്താ? ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ററപ്ഷൻ മീനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിക്ക് മുന്നേ. ഇന്ററപ്ഷൻസ് തടസ്സങ്ങൾ അല്ലെ, എന്തെങ്കിലും തടസ്സങ്ങൾ കൺസൾട്ടേഷൻസിലോ അല്ലെങ്കിൽ അന്വേഷണത്തിലോ ചികിത്സയിലോ ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യില്ലോ അതിലോ വരുന്ന തടസ്സങ്ങൾ, അതും ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ദെൻ ലാക്ക് ഓഫ് പ്രൈവസി. ഇവിടെ എന്താണ് പ്രൈവസി എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറിന്റെ ഒരു റൂമുണ്ട്, മീൻസ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൂമാണ് ഡോക്ടറിന്റെ റൂം അല്ലെ. അപ്പൊ ഡോക്ടറിന്റെ റൂമിൽ ആരൊക്കെ ഉണ്ടാവും? നമ്മള് പേഷ്യന്റ് ഉണ്ടാവും അല്ലെ. പേഷ്യന്റിന്റെ ചിലപ്പോൾ ആരെങ്കിലും കൂടെ കയറുന്ന ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവും. അതുപോലെ തന്നെ ആരാ? നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവും, ഒരു നേഴ്സ് ഉണ്ടാവും. അത്രയും പേരല്ലേ ഒരു ഡോക്ടറിന്റെ റൂമിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മളുടെ കാര്യങ്ങളും നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണോ, നമ്മുടെ അസുഖം എന്താണോ അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓപ്പൺ ആയിട്ട് ഡോക്ടറോട് നമ്മളുടെ ബുദ്ധിമുട്ടുകളും നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻസിന് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഇതെല്ലാം മറിച്ച് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്ടറിന് ഒരു റൂം ഇല്ല, ഒരു ഹോളില് ഇതുപോലെ പേഷ്യൻസ് ഒക്കെ ഇരിക്കുന്നതിന്റെ ഒപ്പം തന്നെയാണ് ഡോക്ടറും ഇരിക്കുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ അവസ്ഥ? നമുക്ക് അത്ര പ്രൈവസി കിട്ടുമോ? അതൊരു ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ആ പ്രൈവസി കിട്ടില്ല അല്ലെ. ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഹോളാണ്, അവിടെ ഡോക്ടർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കും ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ഓപ്പൺ ആയിട്ടൊന്നും പറയാനായിട്ട് സാധിക്കില്ല. സോ അതാണ് ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. ചില ഹോസ്പിറ്റലിൽ ഇതുപോലെ സെപ്പറേറ്റഡ് റൂംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോ അതൊരു സ്പെസിഫിക് പ്രോബ്ലം തന്നെയാണ്. ദെൻ സിക്സ്ത് പോയിന്റ്, ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒട്ടും മനസ്സിലാകാത്ത രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗുകൾ അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റാറുണ്ടോ? ചില ഡോക്ടേഴ്സിന്റെ ഒക്കെ എങ്കിലും എനിക്ക് തോന്നുന്നു 80% നമുക്ക് ഒട്ടും തന്നെ വായിക്കാൻ പറ്റില്ല ഇല്ലേ? അങ്ങനെയല്ലേ? ആരെങ്കിലും വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോ നമുക്ക് തോന്നും ഇംഗ്ലീഷാണ് അവർ എഴുതുന്നത്, പക്ഷെ ഇത് ഏത് ലിപിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു കാണും അല്ലെ. ഇനി പുതിയൊരു ഭാഷയാണോ, ഇത് പുതിയ ലിപിയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. പലതരത്തിലും നമ്മൾ വായിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ വായിക്കാൻ പറ്റില്ല ഇല്ലേ? അപ്പോ അതാണ് ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ്. അതായത് നല്ല രീതിയിൽ അതും ഒരു പ്രശ്നമാണ്. ചിലപ്പോ എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഷോപ്പിലൊക്കെ അവർക്ക് ഓൾറെഡി എപ്പോഴും ഈ പ്രിസ്ക്രിപ്ഷനൊക്കെ ആ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള അവർക്ക് വായിച്ച് ഓൾറെഡി അറിയാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും അവർക്ക് പോലും ചില ടൈമിൽ ഡൗട്ടുകൾ വരാം അല്ലെ. ഇത് ഈ മെഡിസിൻ തന്നെയാണോ ഡോക്ടർ എഴുതിയിരിക്കുന്നത്? ചിലപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ അതും എന്താണ്? ഒരു സ്പെസിഫിക് പ്രോബ്ലം തന്നെയാണ്. ദെൻ സെവൻത് പോയിന്റ്, പോളിഫാർമസി. എന്താ പോളിഫാർമസി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ ടേം പോളിഫാർമസി? ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ. അതെന്തായാലും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. എന്നിട്ട് അതിലും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുവരെ കടന്ന് ചിന്തിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ആള്. ഓക്കെ, അപ്പോ ശരിയാണ്, അതിലും കിട്ടില്ല. അതുകൊണ്ടാണ് അതൊരു പ്രശ്നമായിട്ട് നമ്മളോട് പറഞ്ഞതല്ലോ. ഓക്കെ, പോളിഫാർമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ മെഡിസിൻസ് ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ മരുന്ന് കഴിക്കുന്നതിനെയാണ് കഴിക്കുക എന്നുള്ളൊരു ടേമാണ് പോളിഫാർമസി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൈഡിൽ എഴുതി വെച്ചോളൂ, അറിയാത്തവരാണെങ്കിൽ ഒന്നിൽ കൂടുതൽ മെഡിസിൻസ് കഴിക്കുന്നത്. അപ്പൊ അതും ചിലപ്പോ ഒരു തരത്തിലൊരു പ്രശ്നമാണ് അല്ലെ. ഒന്നിൽ കൂടുതൽ മെഡിസിൻസ് കഴിക്കുക, മെഡിസിൻസ് ഡോക്ടേഴ്സ് എഴുതുന്നത്. അത് ചില പേഷ്യൻസിന് ചിലപ്പോ അങ്ങനെ ചില മെഡിസിൻസ് കഴിക്കാൻ പറ്റില്ല, ആ ബുദ്ധിമുട്ടുകളൊക്കെ വരാം അല്ലെ. അപ്പോ അത് ഒരു പ്രശ്നമായിട്ടാണ് ഇവിടെ പറയുന്നത്. പോളിഫാർമസി കേട്ടോ, ഒന്നിൽ കൂടുതൽ മെഡിസിൻസുകൾ കഴിക്കുന്നത്. Then 8th point നോക്കാം, ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി ട്രെയിൻഡ്.
മെയിൻറ്റെയിൻഡ് അല്ലെ? ഇപ്പൊ ക്യൂ ഒക്കെ നിൽക്കില്ലേ ടോക്കൺ ഒക്കെ എടുത്ത്, അതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരും. ആളുകൾ എന്ത് ചെയ്യും? ഇടക്കെട്ട് കയറുകയും ടോക്കൺ ഒന്നും ശരിയായിട്ടുള്ള രീതിയിലൊന്നും ഇല്ല കൊടുത്തിട്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു ക്യൂ ഉണ്ടാവില്ല, ആളുകൾ തോന്നുന്ന പോലെയൊക്കെ കയറും അല്ലെ? അപ്പൊ അതും ഒരു സ്പെസിഫിക് പ്രശ്നമാണ്. ദെൻ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. നമുക്ക് എപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കാം അല്ലെ? എല്ലാ മെഡിസിൻസും ഫാർമസിയിൽ നിന്ന് കിട്ടാറുണ്ടോ? നിങ്ങൾക്ക് ഹോസ്പിറ്റലില് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? ചിലപ്പോൾ കിട്ടിക്കാണും അല്ലെ? പക്ഷെ ചില മെഡിസിൻസ് ഒന്നും അവിടെ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് പോയിട്ട് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതൊരു ചില സിറ്റുവേഷൻസിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാ മെഡിസിൻസും അവിടെ നിന്ന് തന്നെ കിട്ടണമെങ്കിൽ അതല്ലേ നമുക്ക് എളുപ്പം അല്ലെ? ചിലപ്പോൾ നമുക്ക് ഒട്ടും തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് പോയെങ്കിൽ ഇനി പോകുന്ന വഴിക്ക് വേറെ മെഡിക്കൽ ഷോപ്പിൽ ഇറങ്ങി ഈ മരുന്നൊക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതും ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. എല്ലാ മെഡിസിൻസും അവൈലബിൾ ആയിരിക്കണം അല്ലെ? ദെൻ 10th, use of trade name of medicines by doctor create confusion to patient when different named medicines of same genera is supplied to the patient അല്ലെ? അതായത് പേഷ്യൻസിന് ഡോക്ടേഴ്സ് മരുന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ മെഡിസിന്റെ യഥാർത്ഥ നെയിം ആയിരിക്കില്ല എഴുതുന്നത്, അതിന്റെ ട്രേഡ് നെയിം ആയിരിക്കും. നമുക്കറിയാം ഒരു ടാബ്ലറ്റിന് തന്നെ പല പല പേരുകളിൽ അറിയപ്പെടും, പക്ഷെ കണ്ടന്റ് ഒക്കെ സെയിം ആയിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെ ആ സമയത്ത് പക്ഷെ നമുക്ക് ഡൗട്ട് തോന്നില്ലേ? നമുക്ക് കഴിക്കാൻ ഒരു പേടിയൊക്കെ ഉണ്ടാവും അല്ലെ? അയ്യോ ഇത് അത് തന്നെയാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. ജീവനിൽ കൊതിയുള്ളവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെ വന്നാലും ഇല്ലേ? നമ്മൾക്ക് ആ മെഡിസിൻ തന്നെയാണോ? അപ്പൊ യൂസ് ഓഫ് ട്രേഡ് നെയിം ഓഫ് മെഡിസിൻ, ഡോക്ടേഴ്സ് ഇങ്ങനെ ട്രേഡ് നെയിം കൊടുക്കുന്നത് അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോ നമ്മള് എന്താ പറയാ, പാരസെറ്റാമോൾ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്, അതിന്റെ ട്രേഡ് നെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പാരസെറ്റാമോളിന്റെ ട്രേഡ് നെയിം, നമ്മൾ പനിയൊക്കെ വരുമ്പോ ഡോളോ പാരസെറ്റമോൾ ഒക്കെ കഴിക്കില്ലേ? അതിന്റെ ട്രേഡ് നെയിം എന്താ അറിയോ? കഴിഞ്ഞിട്ട് പാരസെറ്റാമോളിന്റെ ട്രേഡ് നെയിം എന്ന് പറയുന്നത് ഡൈമാഡോ എന്നാണ് അതിന്റെ ട്രേഡ് നെയിം. ഡൈമാഡോ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഞാൻ തരാം. ഓക്കെ. അപ്പൊ അങ്ങനെ ട്രേഡ് നെയിം എഴുതുമ്പോൾ നമുക്കും കൺഫ്യൂഷൻ ആകും. ഇതിന് നമ്മൾ കഴിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ ചില മെഡിസിൻസ് ഒക്കെ അലർജിയൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അലർജിയൊക്കെ വരുമോ? അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലെ? ഒരുപാട് ട്രേഡ് നെയിംസ് ഉണ്ട്. ഒരു പേര് തന്നെയല്ല ട്രേഡ് നെയിംസ്. ഇപ്പോ പാരസെറ്റാമോൾ തന്നെ ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ട്രേഡ് നെയിംസ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഈ ട്രേഡ് നെയിം ആയിരിക്കും എഴുതുന്നത്. അപ്പൊ നമുക്കും ഒരു കൺഫ്യൂഷനും ഡൗട്ടൊക്കെ വരും. അപ്പൊ പരമാവധി അങ്ങനെ ട്രേഡ് നെയിം എഴുതാണ്ടിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതൊരു പ്രശ്നമാണ് ഈ ട്രേഡ് നെയിം എഴുതുന്നത്. ഓക്കെ, നിങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ട്രേഡ് നെയിം ഓഫ് ടാബ്ലറ്റ്സ് എന്നൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണേ. പാരസെറ്റാമോൾ അല്ല, പാരസെറ്റാമോളിന്റെ ട്രേഡ് നെയിം ആണ് ഡൈമാഡോ. പിന്നെ കുറച്ചും കൂടി ഉണ്ട് അതിന്റെ ട്രേഡ് നെയിം കേട്ടോ. അങ്ങനെ കുറച്ച് ട്രേഡ് നെയിം ഉണ്ട്. നിങ്ങളൊന്ന് എന്ത് ചെയ്യാ, അടുത്ത ദിവസത്തേക്കുള്ളൊരു വർക്കായിട്ട് തന്നെ തന്നേക്കാം കേട്ടോ. ഡൈമാഡോൺ. ഓക്കെ, ഡൈമാഡോൺ എന്നാണ് അതിന്റെ. ഡൈമാഡോൺ മാത്രമല്ല, കുറച്ചുകൂടി ഉണ്ട് ട്രേഡ് നെയിമുകൾ. അപ്പോ നെക്സ്റ്റ് ദിവസത്തെ ഒരു വർക്കാണ് കേട്ടോ. അപ്പൊ ഇനി എന്നാ നമുക്ക് ക്ലാസ് ഉള്ളത്? ട്യൂസ്ഡേ അല്ലേ ഇനി ക്ലാസ് വരുന്നത്? ആണോ? ട്യൂസ്ഡേ അല്ലേ? ട്യൂസ്ഡേയിൽ ഇനി ക്ലാസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ട്യൂസ്ഡേയിലേക്ക് ഒരു വർക്ക് ഞാൻ തന്നിരിക്കുകയാണ്. എന്ത് ചെയ്യാ, അത്യാവശ്യം ഒരു 5 മെഡിസിന്റെ മതി. ഏതെങ്കിലും 5 മെഡിസിന്റെ ട്രേഡ് നെയിം കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലാസ്സിൽ വരുമ്പോ തന്നെ ഞാൻ ചോദിക്കും. ഞാൻ മറന്നുപോയാൽ എന്ത് ചെയ്യാ, നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, ട്രേഡ് നെയിം കേട്ടോ. 5 മെഡിസിൻ മതി. ഓക്കെ, ഒരു വർക്കായിട്ട് അതിരുന്നോട്ടെ. അപ്പൊ ട്രേഡ് നെയിമുകൾ കൊണ്ടുവന്നത് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. Then no clear advice about when, how long to take the medicine. അതായത് മെഡിസിൻസ് കൊടുക്കുമ്പോ അത് എത്ര ദിവസം കഴിക്കണം, അല്ലെങ്കിൽ അത് തീർന്നിട്ട് കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഒരു മന്ത് കഴിക്കണോ, അല്ലെങ്കിൽ ഇത് നിർത്തണോ, എപ്പോ നിർത്തണം, എത്ര ദിവസം, 5 ദിവസം കഴിച്ചാൽ മതിയോ, 2 ദിവസം കഴിക്കണോ എന്നൊക്കെ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കണം. ഇവിടെ നോ ക്ലിയർ അഡ്വൈസ് അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. Then sometimes wrong medicines are given by ഫാർമസിസ്റ്റ്. ചിലപ്പോ ഫാർമസിയിൽ നിന്ന് ഫാർമസിസ്റ്റ് മെഡിസിൻസ് ഒക്കെ മാറിപ്പോകും കൊടുക്കുമ്പോ. എപ്പോഴും സംഭവിക്കുന്നതല്ല. ചിലപ്പോ അത് അവരുടെ മിസ്റ്റേക്ക്, മീൻസ് മനഃപൂർവ്വം അല്ലല്ലോ. അവര് ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ, ചിലപ്പോ എന്തെങ്കിലും ഒരു പേര് മാറിപ്പോകുകയോ അങ്ങനെ. പക്ഷെ അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും ഇല്ലേ? വലിയൊരു കുഴപ്പം തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മെഡിസിൻസ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നപ്പോ മാറിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? ചിലപ്പോ അറിയാവുന്നവരാണെങ്കിൽ നമ്മൾക്ക് ഇത് കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഒരാൾക്ക് അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് മരുന്ന് നമുക്ക് അപ്പൊ തന്നെ നിങ്ങൾ തിരിച്ചു കൊടുത്തായിരുന്നോ?
ചിലവര് മരുന്നിനെ പറ്റി ഒന്നും അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീട്ടിൽ വന്നിട്ട് ആ മരുന്ന് എന്ത് ചെയ്യും, അത് തന്നെ വേണമെങ്കിൽ കഴിക്കും. പക്ഷെ ഒന്ന് പേരും കാര്യങ്ങളൊക്കെ ഒന്ന് എപ്പോഴും അപ്പൊ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. മരുന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോഴേ അതൊക്കെ തന്നെയാണോ എന്ന് എന്ത് ചെയ്യാ, ഒന്ന് നോക്കണം. ഡേറ്റ് കഴിഞ്ഞതൊക്കെ തന്നിട്ടുണ്ടെന്ന്, അതൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ടേ കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും മരുന്നൊക്കെ കൊടുക്കുമ്പോ അതിന് ഡേറ്റ് ഉണ്ടോ, ഡോക്ടർ എഴുതിയേക്കണ മെഡിസിൻ തന്നെയാണോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ. ദെൻ ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ്. അതായത് എന്താണ്, ടോയ്ലറ്റ്സുകൾ അധികം ഇല്ലാത്തത് അല്ല. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അത്യാവശ്യം ടോയ്ലറ്റ്സുകൾ ആവശ്യമാണല്ലോ. അപ്പൊ അതിന്റെ എണ്ണത്തിൽ കുറവ്. ഇനി ഉള്ള ടോയ്ലറ്റ് ആണെങ്കിലോ അൺക്ലീൻഡ് ആയിട്ട് ഒരു വൃത്തിയില്ലാത്ത ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതും ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്നത്. വലിയ കുഴപ്പമില്ല, വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ. പോളിഫാർമസി ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ മെഡിസിൻസ് കഴിക്കുന്നതാണ് പോളിഫാർമസി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ട്രേഡ് നെയിം ഒരു മെഡിസിന്റെ തന്നെ വരുന്ന മറ്റൊരു പേരുകളാണ് ഈ ട്രേഡ് നെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആയല്ലോ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. ദെൻ നമുക്ക് ഇപ്പൊ നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞു, ജനറൽ പ്രോബ്ലംസും പറഞ്ഞു, സ്പെസിഫിക് പ്രോബ്ലംസും പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയൊക്കെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് പറയാൻ പോകുന്നത്. മെത്തേഡ്സ് ടു സോൾവ്. എങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ഫസ്റ്റ് വൺ, ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ. ആവശ്യമായിട്ടുള്ള ഡയറക്ഷണൽ സയൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതായത് എന്താണ്, നമ്മള് ഡയറക്ഷണൽ സയൻസിന്റെ കാര്യം പഠിച്ചായിരുന്നു. ഏത് ചാപ്റ്ററിലാണ് ഓർമ്മയുണ്ടോ? ഫ്രണ്ട് ഓഫീസിലാണെന്നാണ് എന്റെ ഓർമ്മ. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പഠിച്ചു കഴിഞ്ഞ് അടച്ചു വെച്ചേക്കണോ അത്? ആണോ? അവിടെ നമ്മൾ സയൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? സിഗ്നൽസ് മീൻസ് സയൻസ്, ഓരോ ഫ്ലോറിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, നമ്മൾ പിക്ചർ അടക്കം പറഞ്ഞതാണ്. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആഡിക്വേറ്റ് ഡയറക്ഷണൽ ആയിട്ടുള്ള സയൻസും കാര്യങ്ങളൊക്കെ വെക്കാം. ഇനി quick computerized registration and electronic record keeping for quick retrieval. Retrieval means വീണ്ടെടുക്കൽ. എഴുതി വെച്ചോളൂ അറിയാത്തവരാണെങ്കിൽ റിട്രൈവൽ, വീണ്ടെടുക്കൽ. അപ്പോ പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷനും ഇലക്ട്രോണിക് റെക്കോർഡുകളും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസുകളും റെക്കോർഡുകളൊക്കെ ഇലക്ട്രോണിക്കലാക്കാൻ, അതിനു വേണ്ടി ക്വിക്ക് റിട്രൈവൽ, പെട്ടെന്ന് തന്നെ അതൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലും നമ്മൾ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന്. ഫാർമസിയിലായിക്കോട്ടെ, നമ്മളെ റിസപ്ഷനിലും എല്ലായിടത്തും എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പഴയ പോലെ ചീട്ടൊക്കെ ആണെങ്കിലേ, പഴയ ഒരു കാലത്ത് എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ചീട്ട് തപ്പി പിടിച്ചൊക്കെ എടുക്കണ്ടേ. ഇതിപ്പോ സിസ്റ്റം ബേസ്ഡ് ആവുമ്പോൾ നമുക്ക് ക്വിക്ക്ലി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. Then മൂന്നാമത്തെ പോയിന്റ്, മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ. സോ മൾട്ടിപ്പിൾ മീൻസ് എന്താ, ഒന്നിലധികം അല്ലെ. മൾട്ടിപ്പിൾ ആൻഡ് ഒന്നിലധികം, മൾട്ടി പർപ്പസ് വിവിധ പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഫീ കളക്ഷൻ സോണുകൾ നിർമ്മിക്കുക. എല്ലായിടത്തും കൂടി ഒറ്റ ഫീ സെക്ഷൻ കൊണ്ടുവരാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള ഫീ കളക്ഷൻ സോണുകൾ കൊണ്ടുവരിക. അപ്പൊ അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും വരില്ലല്ലോ. ദെൻ adequate number of doctors as the patient volume. എത്രത്തോളം പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സിന്റെ എണ്ണവും വേണം. ഒരു ഡോക്ടർ മാത്രമാണ് ഒരു ഹോസ്പിറ്റലിലെങ്കിലും ഇത്രയും ആളുകൾ വന്നിട്ട് അത്രയും പേഷ്യൻസ് ആ ഒരു ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരില്ലേ? സോ നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട് അങ്ങനെ. എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ മറ്റും ചെല്ലുമ്പോഴേ ചിലപ്പോൾ ഒരു ഡോക്ടറൊക്കെ കാണുള്ളൂ. നമ്മൾ എത്ര നേരം ക്യൂ നിന്നിട്ടായിരിക്കും ആ ഒരു ഡോക്ടറെ കാണുന്നത് അല്ലേ? അങ്ങനെയാണോ? കൂടുതലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും. ഇപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്, അത്യാവശ്യം ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. ഓക്കെ. ദെൻ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കൊണ്ടുവരിക. ടോക്കൺ ഒക്കെ വെച്ചിട്ട് അതാകുമ്പോൾ വലിയ കല്ലെടുത്തൊന്നും ഉണ്ടാവില്ലല്ലോ, ഇടിയിട്ട് ആരും ഇടക്കിട്ടൊന്നും കയറില്ല. അപ്പൊ അങ്ങനെയുള്ള ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കൊണ്ടുവരിക. ദെൻ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം മനസ്സിലായല്ലോ, അറിയാലോ. ഡോക്ടറിന്റെ റൂമിന്റെ ഒരു ടോക്കണിന്റെ നമ്പർ ഇങ്ങനെ വിളിച്ചു പറയും. അപ്പൊ ആ ടോക്കൺ അനുസരിച്ച് നമ്മൾ കയറി പോകുന്നത്. ഓക്കെ, പറഞ്ഞതോട്ട് അറിയാത്തവരാണെങ്കിൽ. Then next point, multiple blood collection, diagnostic facilities, staffing them based on needs. അപ്പോ ഈ ബ്ലഡ് കളക്ഷനും അതുപോലെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിനൊക്കെ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ നിയമിക്കുക. എന്നുവെച്ചാൽ അത്യാവശ്യമുള്ള സ്റ്റാഫുകളെ അവിടെ നിയമിച്ചു കൊടുക്കാൻ.
Then adequate seating capacity, entertainment with TV, magazine or health education measures through leaflets. എന്താ leaflets എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ലഘുരേഖകൾ എന്നൊക്കെ പറയില്ലേ, ചെറിയ മാഗസിൻ പോലത്തെ തന്നെ ലഘുരേഖകൾ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോയി ഇരിക്കുമ്പോൾ ഡോക്ടറെ കാണാനായിട്ട് വലിയ ഹോളിലൊക്കെ ഇരിക്കില്ലേ, അപ്പോ അത്യാവശ്യം സീറ്റിങ്ങും കാര്യങ്ങളും വേണം അല്ലെ. അപ്പോ അല്ലെങ്കിൽ കുറെ പേര് ഇരിക്കും, ബാക്കിയുള്ളവർക്ക് നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. സോ അത്യാവശ്യം വേണ്ടുന്ന സീറ്റിംഗ് കപ്പാസിറ്റി കൊണ്ടുവരിക. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ടി വി ഒക്കെ ഉണ്ടാവും, ടി വി ഒക്കെ കാണാറുണ്ട് അല്ലെ, ന്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ അവിടെ പോയി ഇരിക്കുന്ന ആ ഏരിയയിൽ അല്ലെ, ഡോക്ടറിനെ കാണാനായിട്ട് ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ ടി വി ഉണ്ടാവും, അതുപോലെ മാഗസിൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ, എന്റർടൈൻമെന്റ്സിന് വേണ്ടിയിട്ട്. ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെഷേഴ്സ് ടു ചെറിയ ലഘുരേഖകൾ, ഹെൽത്ത് പരമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്നത് പരമായിട്ടുള്ള ചെറിയ ലഘുരേഖകളൊക്കെ തയ്യാറാക്കിയ ഒരു മാഗസിൻ പോലെ അങ്ങനെയുള്ളതും പോസ്റ്റേഴ്സ്, മാഗസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും ഓൾറെഡി ഉണ്ടല്ലോ, ടി വി ഒക്കെ ഇല്ല, ഇപ്പോ മിക്ക ഹോസ്പിറ്റലിലും ഉണ്ടല്ലോ ടി വി ഉണ്ടാവും, മാഗസിൻ. ഹോസ്പിറ്റലിൽ മാത്രമല്ല, നമ്മള് വേറെ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ, നിങ്ങള് ഇപ്പോ ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോകുമ്പോഴേ പോയിട്ടുണ്ടോ, ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടാവില്ലോ ഡെന്റൽ ക്ലിനിക്കില് പോയിട്ടുണ്ടോ നിങ്ങള്? ഡെന്റൽ പല്ലുവേദനയൊക്കെ ആയിട്ടേ, പല്ല് പറിക്കാനോ പല്ലുവേദനക്കൊക്കെ പോയിട്ടില്ലേ? അപ്പോഴും അവിടെയും ടി വി ഒക്കെ ഉണ്ടാവാറുണ്ട്, മാഗസിൻ കുറെ ബുക്കുകളൊക്കെ വെക്കാറുണ്ട് ഇല്ലേ, വെച്ചിട്ടുണ്ടോ? നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ടി വി ഒക്കെ കണ്ടിരിക്കുക, ബുക്ക് മാഗസിൻ ഒക്കെ വായിക്കാറുണ്ട് അല്ലെ. ഓക്കെ. Then ഇനി എന്താ, സ്ക്രീനിങ് ഓഫ് ഒ പി ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. ജൂനിയർ ഡോക്ടേഴ്സിന് ഒ പിയിൽ നമുക്ക് സ്ക്രീനിങ്ങിന് വെക്കാം. Then queuing theory is scientific and mathematical way of solving problem overcrowding. എന്താ overcrowding means? Overcrowding എന്താ overcrowding എന്ന് വെച്ചാൽ ആൾത്തിരക്ക്. അപ്പോ ക്യൂവിംഗ് തിയറി മീൻസ് നമ്മൾ ക്യൂ നിൽക്കില്ലേ, ആ ഒരു ആൾത്തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്യൂവിംഗ് സിസ്റ്റം കൊണ്ടുവരാം. അതായത് ഭയങ്കര തിക്ക് കൂട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂവിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നോർമലി ക്യൂ ആയിട്ട് നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഡോക്ടറെ കാണാനായിട്ട് സാധിക്കും. ദെൻ അവോയ്ഡ് ക്യൂ ജമ്പിങ്. എന്താണ് അവോയ്ഡ് ക്യൂ ജമ്പിങ്? ക്യൂവിൽ നിന്നും ചാടുന്നത് ഒഴിവാക്കാൻ അല്ലെ. ഇപ്പൊ ചിലവര് നമുക്കറിയാം, നോക്കി, avoid queue jumping, the act of going ahead of other people waiting in a line, something instead of waiting one's turn അല്ലെ. നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോ രണ്ടുപേരുടെ ഫ്രണ്ടിൽ പോയി ചാടി ഇളക്കിട്ട് കയറി നിൽക്കും അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, പേഷ്യൻസ് തമ്മില് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊ എല്ലാം ടോക്കൺ ബേസ് അങ്ങനെ ആയതുകൊണ്ട് മുമ്പത്തെ പോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ ചാടാണ്ട് നിക്കാം, ക്യൂവിൽ ചാടാണ്ട് നിക്കാം കേട്ടോ. അതായത് ക്യൂ ജമ്പിങ് മീൻസ് ക്യൂ സിസ്റ്റം കൊണ്ടുവരിക, അതുപോലെ ക്യൂ സിസ്റ്റത്തിൽ ഇടക്കിട്ട് കയറാതെ നിൽക്കുക എന്ന്. മനസ്സിലായ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയൊക്കെ തന്നെ നിങ്ങൾ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല, സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ ഇടക്കിട്ടൊക്കെ കയറാറുണ്ടോ നിങ്ങൾ? അങ്ങനെ ക്യൂവിൽ നിന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ ആരെങ്കിലും കയറാറുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, ഇല്ലെങ്കിൽ നല്ല കാര്യം കേട്ടോ. ക്യൂ ജമ്പിങ് എന്ന് പറഞ്ഞാൽ അതാണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് ഒരാളുടെ ബാക്കിലാണെങ്കിൽ അത് ആ ക്യൂ ഫോളോ ചെയ്തിട്ട് തന്നെ കയറുക. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ സാധാ ക്യൂ നിൽക്കില്ലേ, ആ ഒരു കാര്യം. ദെൻ മെയിൻറ്റെയിൻ പഞ്ച്വാലിറ്റി. ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് കൃത്യനിഷ്ഠത അല്ലെ. അതൊരു ഡോക്ടർക്കായാലും നഴ്സിനായാലും സ്റ്റാഫിനായാലും കൃത്യനിഷ്ഠത ആവശ്യമാണ് അല്ലെ. ദെൻ റിഡ്രസൽ ഓഫ് ഗ്രീവ്നെസസ്. എന്താ റിഡ്രസൽ ഓഫ് ഗ്രീവ്നെസസ് എന്ന് പറഞ്ഞാല് പരാതികൾ പരിഹരിക്കൽ കേട്ടോ. പരാതികൾ പരിഹരിക്കൽ, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, പരിഹരിക്കുക. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, നല്ല രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മെത്തേഡ്സ് ടു സോൾവില് വരുന്ന കാര്യങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വൺ സ്പെസിഫിക് പ്രോബ്ലംസ് ഒന്ന് വായിക്കുക കേട്ടോ. എല്ലാവരും വായിക്കണം, സ്പെസിഫിക് പ്രോബ്ലംസ് വായിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് മെത്തേഡ്സ് ടു സോൾവും ഒന്ന് വായിക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. കുഴപ്പമില്ലല്ലോ, വായിച്ച് എളുപ്പം മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സ്വയം വായിച്ചാൽ കിട്ടുന്നതാണ് കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ സ്പെസിഫിക് പ്രോബ്ലംസ്. ദെൻ അത് കഴിഞ്ഞിട്ട് മെത്തേഡ്സ് ടു സോൾവ് നോക്കണം. വായിച്ചോളൂ എല്ലാവരും.
എല്ലാ പോയിന്റ്സും വായിക്കണേ, വായിച്ചിട്ട് അതിന്റെ മീനിങ് അറിയാലോ, കുഴപ്പമില്ല, എളുപ്പമാണ് വായിക്കാൻ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മിസ്ബിഹേവിയർ ആയിട്ട് പെരുമാറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ പേഷ്യൻസിനോട് പെരുമാറുന്നത് കേട്ടോ. മിസ്ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇന്ററപ്ഷൻസ് മീൻസ് തടസ്സങ്ങള്. ലാക്ക് ഓഫ് പ്രൈവസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭാവം. ലാക്ക് മീൻസ് അഭാവം, അതായത് ഒരു പ്രൈവസിയുടെ അഭാവം. ഞാൻ പറഞ്ഞില്ലേ, ചില ഹോസ്പിറ്റലിലൊക്കെ പ്രൈവസി ഒന്നും ഉണ്ടാവില്ല, വലിയ ഹോളിൽ തന്നെയായിരിക്കും ഡോക്ടറും ഇരിക്കുന്നത്. അപ്പൊ അതൊരു അഭാവമാണല്ലോ, ഒരു റൂമിന്റെ അഭാവമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈവസിയുടെ അഭാവമാണ്. പോളിഫാർമസി, ഒന്നിലധികം മെഡിസിൻസ് കേട്ടോ. ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലായില്ലേ? ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്, നമുക്ക് മനസ്സിലാകാത്ത, ഒട്ടും തന്നെ മനസ്സിലാകാത്ത രീതിയിലുള്ള ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ പ്രശ്നം, അതൊരു പ്രശ്നമാണല്ലോ. ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോലും അയാൾക്ക് പോലും വായിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? ഈ പ്രോബ്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്തേഡ്സ് ടു സോൾവ് നോക്കണേ. സോൾവില് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഡയറക്ഷൻ സയൻസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാൻ, റെക്കോർഡുകളും മറ്റും കമ്പ്യൂട്ടറൈസ്ഡുകളിൽ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിട്രൈവൽ ചെയ്യാനായിട്ട് സാധിക്കും, പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഫീ കളക്ഷൻ സോണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റഡ് ആയിട്ട് കൊണ്ടുവരിക. പിന്നെന്താണ്, എത്രത്തോളം പേഷ്യന്റ് ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സിന്റെ എണ്ണത്തിലും കൂട്ടുക. പിന്നെന്താ, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കൊണ്ടുവരിക. ഹോസ്പിറ്റൽ നമുക്കറിയാം, ഡോക്ടറിന്റെ റൂമിന്റെ ഡോറിന്റെ അവിടെ ആയിട്ട് ടോക്കൺ നമ്പർ ഇങ്ങനെ പറയും, അല്ലെ? അപ്പൊ ആ ടോക്കൺ അനുസരിച്ച് എന്ത് ചെയ്യുക, പേഷ്യന്റ് കയറി പോവുക അകത്തേക്ക്. ഇനി എന്താ, മൾട്ടിപ്പിൾ അതായത് ബ്ലഡ് കളക്ഷനും മറ്റും ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിനൊക്കെ വേണ്ടി അതിന് വേണ്ടുന്ന തരത്തിലുള്ള സ്റ്റാഫുകളെ ക്രമീകരിക്കുക. ദെൻ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ കൊണ്ടുവരിക, അവിടെ എന്റർടൈൻമെന്റ്, TV, മാഗസിൻ ഒക്കെ വെക്കുക. ദെൻ ഒ പിയിൽ ജൂനിയർ ഡോക്ടേഴ്സിനും കൂടി സ്ക്രീനിങ് കൊടുക്കാൻ, അതായത് ജൂനിയർ ഡോക്ടേഴ്സിനെ കൂടി നമുക്ക് നിയമിക്കാം. ദെൻ പിന്നെ പറയുന്നത് ക്യൂയിങ് തിയറി, അതായത് ഒരു നല്ലൊരു ഭയങ്കര ആൾത്തിരക്ക് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര തിക്കും തിരക്കും വരാണ്ടിരിക്കാൻ ഒരു ക്യൂയിങ് സിസ്റ്റം കൊണ്ടുവരിക, ഒരു ക്യൂ നിൽക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ്, ഈ ക്യൂയിങ് സിസ്റ്റത്തിൽ അവോയ്ഡിങ് ക്യൂ ജമ്പിങ്, ഈ ക്യൂ ചാടുന്നത് ഒഴിവാക്കാൻ, അതായത് പ്രോപ്പർ ആയിട്ട് തന്നെ ക്യൂ നിന്ന് ഡോക്ടറെ കയറി കാണുക. അതിനിടയിൽ ക്യൂ തെറ്റിച്ച് രണ്ടാൾക്കാർക്ക് മുന്നിലോ മൂന്നാൾക്കാർക്ക് മുന്നിലോ ചാടിപ്പോയി നിൽക്കാതെ എങ്ങനെയാണോ നിന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഫോളോ ചെയ്ത് പോവുക. ദെൻ പഞ്ച്വാലിറ്റി, അല്ലെ, കൃത്യനിഷ്ഠത മെയിൻറ്റെയിൻ ചെയ്യുക. റിഡ്രസൽ ഗ്രീവ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പരാതികള് പരിഹരിക്കുക. ദെൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്രോപ്പർ ആയിട്ടുള്ളത് കൊണ്ടുവരിക. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും ഓക്കെ ആണോ? വായിച്ചു എല്ലാവരും? ഓക്കെ, ഇതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. ഇനി OPD-യിൽ സൂക്ഷിച്ചിരിക്കുന്ന റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, റെക്കോർഡുകളുടെ പേരുകൾ മാത്രം പറയുന്നുള്ളൂ. ക്ലിനിക്കൽ റെക്കോർഡുകൾ എന്തൊക്കെയാണ് OPD-യിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ലിനിക്കൽ റെക്കോർഡ് എന്നാണ് കേട്ടോ. OPD രജിസ്ട്രേഷൻ ഫോം, അഡ്മിഷൻ ഫോം, മെഡിക്കേഷൻ ഫോം റെക്കോർഡ്, ട്രീറ്റ്മെന്റ് റെക്കോർഡ്, ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്, കൺസേൺ ഫോം. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടാലോ. ആ ഫോമുകളും കാര്യങ്ങളൊക്കെയാണ് എവിടെ സൂക്ഷിച്ചിരിക്കുന്നത്, OPD-യിൽ സൂക്ഷിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷന്റെ ഫോമും അതുപോലെ അഡ്മിഷൻ ഫോമുകള്, മെഡിക്കേഷൻ മീൻസ് മെഡിസിൻസിന്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റെക്കോർഡുകളൊക്കെ, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് റെക്കോർഡ്,
ഇൻവെസ്റ്റിഗേഷൻസ് വിവര അന്വേഷണങ്ങളുടെ ഒക്കെ റെക്കോർഡുകൾ, കൺസെന്റ് ഫോം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കില്ലേ, കൺസെന്റ് ഫോമുകളൊക്കെ സർജറിക്കും മറ്റൊക്കെ സൈൻ ചെയ്ത് കൊടുക്കില്ലേ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സൈൻ ചെയ്ത് കൊടുക്കും, അങ്ങനെയുള്ള കൺസെന്റ് ഫോമുകൾ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഒ പി ഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, പോയിന്റ് അല്ലേ? അത് എക്സ്പ്ലനേഷൻ വേണ്ടാലോ, മനസ്സിലായില്ലേ? ഇനി അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഒന്ന് നോക്കാം. Every hospital must maintain the medical records relating to his or her indoor patients. എല്ലാ ഹോസ്പിറ്റലും അവരുടെ ഇൻഡോർ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻഡോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റലിനുള്ളിലെ പേഷ്യൻസിലെ അവരുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്യാ, മെയിൻറ്റെയിൻ ചെയ്യണം. Or a period of 3 years from the date of commencement in treatment. അതായത് എന്നാണോ നമ്മുടെ ചികിത്സ സ്റ്റാർട്ട് ചെയ്തത്, ആ ചികിത്സ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതല് ഒരു എന്താ പറയാ 3 വർഷത്തോളം മാക്സിമം അവര് ഈ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് 3 വർഷത്തിലെങ്കിലും സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ക്ലിനിക്കൽ റെക്കോർഡ് ഒ പി ഡിയിൽ സൂക്ഷിക്കുന്നത്. ഒന്ന് പഠിക്കണം കേട്ടോ, അത് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് പേരുകളൊന്ന് നോക്കിക്കണേ. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഒ പി ഡി അസിസ്റ്റന്റ്. ഒ പി ഡി അസിസ്റ്റന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒ പി അസിസ്റ്റന്റ് ജനറൽ നഴ്സ് ഒന്നും ഇല്ല, അവര് മീൻസ് നഴ്സിംഗ് പഠിച്ച സ്റ്റാഫുകളായിരിക്കില്ല അവര്. ഒ പി ഡി നഴ്സ്, അസിസ്റ്റന്റ് നഴ്സ് ആണ് അല്ലെ? ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് അവരുടെ ജോലികൾ, എന്തൊക്കെയാണ് അവര് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓരോ പോയിന്റ് ആണ്, അവരുടെ ഡ്യൂട്ടീസ് ആണ് നോക്കുന്നത്. നോക്കാം. അറേഞ്ച്മെന്റ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ് ഫോർ ഒ പി ഡി. ഒ പി ഡിയിലേക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ അറേഞ്ച്മെന്റ്സ് ചെയ്യുക. ഓക്കെ, then അപ്പോ അറേഞ്ച്മെന്റ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ് ഫോർ ഒ പി ഡി. ഒ പി ഡിയിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം ഇൻസ്ട്രുമെന്റ് ഒക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുക. ദെൻ സെക്കൻഡ് പോയിന്റ്, ഡയറക്ടിങ് പേഷ്യന്റ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. ഇനി നമ്മൾ എന്ത് ചെയ്യാ, പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിനെ ഒരു സ്ഥലത്ത് നിന്നും ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ അവർക്ക് എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനോ എന്തെങ്കിലും ലാബ് ടെസ്റ്റ് എടുക്കാനൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും എങ്ങോട്ടാ പോകേണ്ടത്, എവിടെയാണ് ലാബ് എന്നൊക്കെ അറിയാത്ത പക്ഷം എന്ത് ചെയ്യുക, അവർക്കൊന്നും ഡയറക്റ്റിംഗ് മീൻസ് ഒരു എന്താ പറയാ, ഒന്ന് ഹെൽപ്പിംഗ് ആയിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, അവരെ ആ ഏരിയക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത് കൊണ്ടുപോവുക, ഹെൽപ്പ് ചെയ്യുക അവരെ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. ഇനി എന്തെങ്കിലും അവസരത്തില് എന്തെങ്കിലും അവർക്ക് മനസ്സിലാവാത്തൊരു രീതി വന്നു, അങ്ങനെയാണെങ്കിൽ ആ ടൈമിൽ ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ചില മെഡിസിൻസിന്റെയോ ചിലപ്പോ പഴയ മീൻസ് പ്രായമുള്ളവർക്കൊക്കെ കുറെ ടേംസും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അല്ലെ? അപ്പൊ അവർക്ക് അത് എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഒന്ന് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുക അവർക്ക്, ഇന്നതാണ് കാരണം അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അവിടെയാണ് ലാബ്, അങ്ങനെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, അവർക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ പാസിംഗ് കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്. കേസ് ഷീറ്റുകൾ മറ്റു ഡിപ്പാർട്ട്മെന്റിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ കാണാറുണ്ട്, ഒ പിയിലെ നഴ്സ് ചീട്ടൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കാണാറുണ്ടാ? ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരാളെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, കുറച്ചുപേര് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആലോചിക്കില്ലേ, ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചീട്ടും പിടിച്ചിട്ട് നടക്കണേണോന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, അപ്പൊ അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യാം, കേസ് ഷീറ്റുകൾ കൊണ്ടു കൊടുക്കുക. ഓക്കെ, ദെൻ എക്സ്പ്ലൈനിങ് ബേസിക് ഡീറ്റെയിൽസ്. ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തിനെ കുറിച്ചുള്ളത്? ലൈക്ക് മെഡിസിൻസ്, ട്രീറ്റ്മെന്റ്, റീസൺ ഫോർ വെയിറ്റിംഗ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറില്ലേ, ഡോക്ടർ വന്നില്ലേ, എപ്പോ വരും? അപ്പൊ നമ്മളോട് ചിലപ്പോ വന്ന് പറയും, ഡോക്ടർ റൗണ്ട്സിന് പോയൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സർജറി വന്നു, എമർജൻസി കേസ് വന്നു, അപ്പൊ അതിനുശേഷം വരും കേട്ടോ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? നമ്മൾ ചോദിക്കാറില്ലേ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ? ആ ഒ പി നഴ്സിനോടല്ലേ ചോദിക്കുന്നത് എപ്പോഴും, ഡോക്ടർ വന്നില്ലേ, ഇനി ടൈം എടുക്കുമോ,
നമ്മളുടെ നമ്പർ വിളിക്കാറായോ, എത്രാമത്തെ നമ്പർ ആയി എന്നൊക്കെ ചോദിക്കുമല്ലോ. ഓക്കെ. ദെൻ അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്. പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാം. എൻഷ്യൂർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിന്റെ ഒരു സംതൃപ്തിയെ ഉറപ്പുവരുത്തുക. കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് അവരുടെ സംതൃപ്തി എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഒരു OPD അസിസ്റ്റന്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം എക്സ്പ്ലനേഷൻ ഒന്നും തരാത്തത്. അത്യാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ഓഫ് രജിസ്ട്രേഷൻ സിസ്റ്റം, ഒരു രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ ഒരു ചെറിയൊരു മെത്തേഡാണ് തന്നിരിക്കുന്നത്. ആ കമ്പ്യൂട്ടറൈസ്ഡ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യില്ലേ, അതിന്റെ ഒരു മോഡല്. അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? അത് പേഷ്യന്റിന്റെ ID കൊടുക്കും, ദെൻ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, ഡേറ്റ്, നമ്പർ, അല്ലെങ്കിൽ പിന്നെന്താണ് ടെലിഫോൺ നമ്പർ, ഓക്യുപ്പേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊരു മോഡൽ അവിടെ തന്നിരിക്കുകയാണെന്നുള്ളൂ കേട്ടോ. ഇതൊന്ന് നോക്കാം. ഇതാണ് ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അവര് ഈ ടൈപ്പ് ചെയ്ത് നമ്മളുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ അത്രയും? ദെൻ ഇതൊന്ന് വായിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ എടുത്തതൊന്ന് വായിക്കാം. ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ OPD വായിക്കണം. അതുപോലെ OPD അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനും പെട്ടെന്ന് വായിച്ചോളൂ. ഡൗട്ട് ഒന്നും വരാൻ ചാൻസ് ഇല്ല അവിടെ. അത്രയും സിമ്പിൾ ആയിട്ടാണ്, മാക്സിമം ഷോർട്ട് ആക്കിയാണ് പോയിന്റ്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ പെട്ടെന്ന്. ഏതൊക്കെ റെക്കോർഡുകളാണെന്നൊന്നും പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ. ജോബ് ഡിസ്ക്രിപ്ഷൻ, OPD അസിസ്റ്റന്റിന്റെ എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വായിക്കണേ. മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുക എന്ന് കേട്ടോ. ഒരു ഹെൽപ്പായിട്ട് നിൽക്കുക എന്ന് മെഡിക്കൽ റെക്കോർഡുകൾ ഓപ്പൺ ആക്കുന്നതിന്. ഫിനിഷ് ചെയ്തോ? എല്ലാവരും വായിച്ചോളൂ കേട്ടോ. കംപ്ലീറ്റ് ആയി എല്ലാവരുടെയും വായിച്ച്? ഓക്കെ. ദെൻ കണ്ടിന്യൂ ചെയ്യാലോ. ദെൻ നമ്മുടെ ഈ OPD എന്നുള്ള ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഈ ചാപ്റ്റർ കഴിഞ്ഞു. കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നില്ലേ? പെട്ടെന്ന് പോയില്ലേ ചാപ്റ്റർ? സ്മൂത്ത് ആയിട്ട് പോയി ഈ ചാപ്റ്റർ ഇല്ലേ? പോയോ? നിങ്ങൾ പോലും അറിയാതെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു പെട്ടെന്ന് ഇല്ലേ? എങ്കിലും കുഴപ്പമില്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ. ദെൻ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു പോർഷൻ ആണ് കേട്ടോ. നോക്കാം.
ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഇനി നമ്മൾ നോക്കുന്നത് ആരാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്നാണ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. A guest relation officer, also known as guest relation coordinator or guest relation specialist. കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഈ രണ്ട് പേരുകളിലും ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ആരാണ് അദ്ദേഹം എന്ന് നോക്കാം. is a customer service centered employee. കസ്റ്റമർ സർവീസ് സെന്റേഡ്, കസ്റ്റമർ കേന്ദ്രീകൃതമായിട്ടുള്ള, കസ്റ്റമറുടെ സേവനങ്ങൾ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു എംപ്ലോയി ആണ് അദ്ദേഹം. ഹൂ എസെൻഷ്യലി ഗ്രീറ്റ്സ്, അദ്ദേഹമാണ് എപ്പോഴും എന്താ പറയാ ഗ്രീറ്റ് ചെയ്യുന്നത്, സ്വാഗതം ചെയ്യലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കസ്റ്റമറിനായിട്ട് കുറച്ച് അടുത്ത് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്, എംപ്ലോയി ആണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്. അപ്പോ എന്താണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് ക്ലിയർ ആയോ എല്ലാവർക്കും? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ, അതായത് അദ്ദേഹം ഒരു എന്താ പറയാ കസ്റ്റമർ സർവീസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് കസ്റ്റമറിനോട് പേഷ്യൻസിന്റെ ഭാഗത്ത് കുറച്ചും കൂടി കൂടുതൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് കൂടുതൽ ഗ്രീറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് എന്താ പ്രധാനമായിട്ടും അഭിസംബോധനയൊക്കെ ചെയ്യുന്നത് അദ്ദേഹമാണെന്ന്. ഇനി ഡ്യൂട്ടീസ് നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ഫസ്റ്റ് വൺ, guest relation representatives are available to assist patient and families by answering questions, explaining hospital policies, customer service, and helping to resolve issue related to hospital service. പേഷ്യന്റിനെ സംബന്ധിച്ച് പേഷ്യന്റിന്റെയും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലിയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്കാണ്. നമ്മളൊരു PRO പഠിച്ചില്ലേ, അതേപോലത്തെ ഏകദേശം ഡ്യൂട്ടീസ് ഒക്കെയാണ് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്കും വരുന്നത് കേട്ടോ. അതിന്റെ ഒരു ചെറിയൊരു പദവി തന്നെയാന്ന് പറയാം. അപ്പോ പേഷ്യൻസിന്റെയും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലിയുടെ ക്വസ്റ്റ്യൻസിനൊക്കെ എന്ത് ചെയ്യാം, അതിനൊക്കെ ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പ്ലെയിനിങ് ഹോസ്പിറ്റൽ പോളിസീസ്, ഹോസ്പിറ്റലിന്റെ നയങ്ങളും അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് അല്ലെ, കസ്റ്റമർ ഉപഭോക്തൃ സേവനങ്ങൾ, പേഷ്യൻസിനുള്ള സേവനങ്ങളും അതുപോലെ എന്തെങ്കിലും ഹോസ്പിറ്റൽ സർവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, ഒന്ന് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. അറ്റൻഡ് ടു എൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ് കസ്റ്റമർ ഓർ ഫോറിൻ പേഷ്യന്റ് റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് എവറിത്തിങ് എൽസ്. അതായത് എന്താ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്? അതായത് അറ്റൻഡ് ടു എൻക്വയറീസ്, അതായത് ആവശ്യങ്ങൾ, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഗസ്റ്റിന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടുന്ന ഫെസിലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ ഓർ ഫോറിൻ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവർക്ക് ചിലപ്പോ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ചെക്ക് ഇഫ് adequate welcome facilities are available for everyone whose arrival on his list. നമ്മൾക്ക് ആ ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെ, ഒത്തിരി പേഷ്യൻസ് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോ വരുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുക, സ്വാഗതം ചെയ്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുക. ആളാണല്ലോ ഗ്രീറ്റിംഗ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുക, അവർക്ക് നല്ല രീതിയിലുള്ള ഗ്രീറ്റിംഗ് ഒക്കെ കൊടുക്കുക. Then attend to VIPs, very important person. VIP, very important person. അറിയാലോ, VIPs with more attention. ഇനി വല്ല VIP പേഷ്യൻസ് ഒക്കെ വരില്ലേ ഹോസ്പിറ്റലില്, അപ്പൊ അവർക്ക് കുറച്ചും കൂടി എന്താ കൂടുതൽ അറ്റൻഷൻ നൽകുക. അതായത് കുറച്ചും കൂടി അവർക്ക് ഒരു പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ എന്താ അവരെ കുറച്ചൊന്ന് കെയറും കൂടി ചെയ്യുക. Then maintain a polite and humble personality while attending to the guest. ഗസ്റ്റിനോട് പെരുമാറുമ്പോൾ നമ്മൾക്ക് പൊളൈറ്റ് ആയിട്ടും വളരെ ഹമ്പിൾ ആയിട്ടും ക്ഷമയോടും അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിലായിരിക്കണം പെരുമാറേണ്ടത്. ഓക്കെ,
Then provide a detailed description of all in the information that can be potentially asked for along with the document needed. എന്താ അവിടെ പറയുന്നത്? പ്രൊവൈഡ്, അതായത് ആവശ്യമായിട്ടുള്ള രേഖകൾക്കൊപ്പം എല്ലാ വിശദ വിവരങ്ങളും നൽകണം. ഡോക്യുമെന്റേഷനും റെക്കോർഡൊക്കെ തയ്യാറാക്കുമ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകണം എന്നാണ് പറയുന്നത്. അതുപോലെ ടേക്ക് കെയർ ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ് the guest might need and for to avoid a last minute rush. എന്താണ് അവിടെ പറയുന്നത്? അതായത് അവസാന നിമിഷത്തേക്ക് ഒഴിവാക്കൽ, എല്ലാ കാര്യങ്ങളും അവസാന നിമിഷത്തേക്ക് വെക്കാതെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യാൻ. നമ്മളെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെ അല്ലെ, നമ്മള് പഠിക്കാതിരുന്നിട്ട് എക്സാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ എക്സാമിന് 2-3 ദിവസം മുന്നേ പഠിക്കാന്ന് വിചാരിച്ചിരിക്കും ഇല്ലേ? അങ്ങനെയാണോ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എത്ര പേരുണ്ട് അങ്ങനെ ചെയ്യുന്നത്? സത്യസന്ധമായിട്ട് പറയുന്നവരുണ്ട് ഈ കൂട്ടത്തില്. സത്യസന്ധരാണ് കേട്ടോ അവര്. ഓക്കെ, അപ്പോ നമ്മളുടെ ഒരു സ്വഭാവം ഉണ്ട്, നമുക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു വർക്ക് വെക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റോ പ്രൊജക്റ്റോ എക്സാമോ എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു 2-3 ദിവസത്തേക്ക് മാറ്റി വെക്കും. ഇനിയുണ്ടല്ലോ ദിവസങ്ങള്, ഇനിയുണ്ട് എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കും. പക്ഷെ ചിലപ്പോ എല്ലാം കൂടി പറ്റില്ല അല്ലെ? PSC എക്സാം ആണോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മീൻസ് നമ്മള് അവസാന നിമിഷത്തേക്ക് വേണ്ടി മാറ്റി വെക്കില്ലേ കുറെ കാര്യങ്ങള്, അങ്ങനെ ചെയ്യാതെ പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് ഈ പോയിന്റിൽ പറഞ്ഞത്. ഞാൻ നമ്മൾക്കൊരു എക്സാമ്പിൾ, നിങ്ങൾ തന്നെയാണല്ലോ എക്സാമ്പിൾ അല്ലെ? നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കാണ്ട് മാറ്റി വെക്കില്ലേ? ആ ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ മാറ്റി വെക്കരുതും പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. Check the amenities of their quality and proper provision to leave no ground for complaints. എന്താ അതിന്റെ അർത്ഥം? അതായത് പരാതികളൊന്നും അധികം വരാണ്ടിരിക്കാൻ, പരാതികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള എല്ലാ ക്വാളിറ്റി സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? പരിശോധിക്കണം. കംപ്ലൈൻസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റികളും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഓക്കെ, ensure maintenance of proper information in database. Maintain a proper information database. ഡാറ്റാബേസിൽ വിവരങ്ങളും അതൊക്കെ എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യുക. വിവരങ്ങളൊക്കെ പോകാതെ അതൊക്കെ ഒന്ന് സേഫ് ആയിട്ട് തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡാറ്റാബേസിൽ ഉൾക്കൊള്ളിക്കുക കേട്ടോ. ഓക്കെ, ദെൻ വർക്ക് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ മാനേജർ ആൻഡ് get in touch with him whenever needed. ഇനി മാനേജറുമായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കുക. അതുപോലെ അവർക്ക് എപ്പോഴാണോ നമുക്ക് മാനേജറിന്റെ ഒരു സഹായം ആവശ്യമുള്ളത് ആ ടൈമിൽ നമ്മൾക്ക് അദ്ദേഹത്തെ സമീപിച്ചിട്ട് നമ്മളുടെ എന്താണോ നമ്മളോടൊപ്പം വർക്ക് ചെയ്യാനോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം. Then last one, have a true knowledge of hospital, medical and non-medical departments in its functioning. അല്ലെ, ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആയിട്ടും നോൺ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും അതിന്റെ ചുമതലകളെ കുറിച്ചും നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ചുമതല എന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കാം പോയിന്റ്സ്. വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പം വായിച്ചാൽ മനസ്സിലാകും. പിന്നെ അധികം വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ഒന്ന് വായിക്കാതെ പോകരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പോയിന്റ് ഒക്കെ ചോദിക്കാം കേട്ടോ. ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഇതൊന്ന് നോക്കാം കേട്ടോ. ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അറിയപ്പെടുന്ന മറ്റു പേരുകളില്ലേ? എന്തൊക്കെയായിരുന്നു? ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അതൊന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എത്ര പെട്ടെന്നാണ് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞതല്ലേ? നിങ്ങൾ അറിയാതെ പോയില്ലേ? ചാപ്റ്റർ പെട്ടെന്ന് പോയോ? അതെ അതെ, പെട്ടെന്ന് പോയി. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? മനസ്സിലാകുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട് മാഡം. ഓക്കെ, മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ പോയിന്റ് ഒക്കെ നമുക്ക് അധികം എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾ അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികളാണല്ലോ. അത്രയ്ക്ക് പറ്റാവുന്ന ആരുമില്ല. എല്ലാവർക്കും തന്നെ ഒരുവിധം നമുക്ക് വായിച്ച മനസ്സിലാകുന്ന രീതിയിലുള്ളവരാണ് അല്ലെ?
വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചെറിയ ചാപ്റ്റർ ആണ്. പിന്നെ കുറച്ച് ചില ചാപ്റ്ററുകൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇത്തിരി ടഫ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ ഉണ്ടാവും. അത് നമ്മൾ അതനുസരിച്ചിട്ട് തന്നെ പയ്യെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകുള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങളുടെ പഠനമൊക്കെ ഇവിടം വരെയായി? ഓരോ ചാപ്റ്റർ എടുത്തിട്ട് എക്സാമിന് വേണ്ടി മാറ്റി വെച്ചിട്ടാണോ? ആണോ? മിസ്സേ ഒരു പോർഷൻ ആണെങ്കിൽ വിട്ടുപോയിട്ടുണ്ടല്ലോ മിസ്സേ, മെത്തേഡ്സ് ടു സോൾവ്. അത് വേണ്ടാത്തതാണ്. ഏതാണ് ഇപ്പൊ നമ്മൾ എടുത്തതിലാണോ? ആ, മെത്തേഡ്സ് ടു സോൾവ്. സ്പെസിഫിക് പ്രോബ്ലം കഴിഞ്ഞിട്ടുള്ളതാണോ? അതെ. മെത്തേഡ്സ് ടു സോൾവ് സഫിഷ്യന്റ് ആൻഡ് അൺക്ലിയർ ടോയ്ലറ്റ് അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ. ആ അതെ, മെത്തേഡ്സ് ടു സോൾവ്. നമ്മൾ പറഞ്ഞല്ലോ. മാഡം ഇല്ലേ? നമുക്ക് 2 പരീക്ഷയില്ലേ മാഡം? എന്താ? നമുക്ക് 2 പരീക്ഷയില്ല, ഒരു 60 മാർക്ക് ഒരു 100 മാർക്കിന്റെ പരീക്ഷയില്ലേ നമുക്ക്? ഒരു മിനിറ്റ്. മെത്തേഡ്സ് ടു സോൾവ് നമ്മൾ പറഞ്ഞല്ലോ. നെറ്റ്വൽ ഇഷ്യൂ എടുത്തു മാം, എടുത്തിട്ടുണ്ട്. എടുത്തില്ലേ? നമ്മൾ പറഞ്ഞു പോയില്ലേ? അതെ മാം, എടുത്തിട്ടുണ്ട്. ഓക്കെ. എനിക്കും കൂടി കൺഫ്യൂഷൻ ആയ ആള് പറഞ്ഞപ്പോ എടുത്തോ വിട്ടുപോയോ? വിട്ടുപോയില്ല എന്ന് തന്നെയാണ് കേട്ടോ. എന്ത് പറ്റി? നെറ്റിന്റെ ഇഷ്യൂ വന്നോ? ഇനി ചിലപ്പോ അത്രയും ഭാഗം വല്ല കട്ടായി പോയോ? അങ്ങനെയാണോ എന്നൊന്ന് നോക്കണേ. ആ മിസ്സേ, ഞാൻ കേട്ടില്ല മിസ്സേ. ആണല്ലേ? ഓക്കെ. നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും കേട്ടോ. എനിക്കും അപ്പൊ ഡൗട്ടായി പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്തില്ലേ വിട്ടുപോയോ. റിഡ്രസൽ ഗ്രീവ്നെസ് പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്നാണ് എന്റെ ഒരു വിശ്വാസം. പറഞ്ഞോ? ബാക്കിയുള്ളവരെങ്ങനെയാ? എടുത്തില്ലേ നമ്മള്? ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും കേട്ടോ റേഞ്ചിന്റെ. ഓക്കെ. മഴയൊക്കെയില്ല എല്ലാവർക്കും? നല്ല മഴയൊക്കെയില്ല എല്ലായിടത്തും? ഇവിടെ വിട്ട് പെയ്തോണ്ടിരിക്കുക മാഡം മഴ. എല്ലായിടത്തും ഉണ്ട്. എല്ലാവർക്കും മഴയുടെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി സ്ട്രെങ്ത് കുറവാണ് അല്ലെ സ്റ്റുഡൻസ്? രാവിലത്തെ ബാച്ചിലും അതെ, സ്ട്രെങ്ത് കുറവാണ്. റേഞ്ചിന്റെ പ്രോബ്ലംസും അല്ലെങ്കിൽ മഴയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അല്ലെ? അതെ മാഡം, മഴ എഴുതി തന്നെ. ഓക്കെ. അപ്പോ എന്ത് ചെയ്യാ? ഓരോ ചാപ്റ്റർ കഴിയുന്നതനുസരിച്ച് പഠിച്ചു പോണം കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നില്ല എല്ലാവരും? ചെയ്യുന്നുണ്ട് മാഡം. അപ്പൊ അതൊക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്യാ? ഒന്ന് ഫോളോ ചെയ്ത് പോകാം കേട്ടോ. ക്ലാസ്സിൽ നമുക്ക് ഇന്ററാക്ഷൻസ് വരുന്നില്ല. ലാസ്റ്റ് 10 മിനിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് സംശയങ്ങളോ എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ടൈമിൽ ചോദിക്കാം. ഓക്കെ. നമുക്ക് എക്സാം എപ്പോഴായിരിക്കും വരുന്നത്? എക്സാം നമുക്ക് പോർഷൻസ് തീർന്നിട്ടില്ലല്ലോ. 6 മന്ത് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും എക്സാം കേട്ടോ. നമ്മുടെ ആ പോർഷൻസ് തീരുന്നത് അനുസരിച്ചൊക്കെ ആയിരിക്കും. ദെൻ അതൊക്കെ മുന്നേ എന്തായാലും ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാം ഉണ്ടാകും കേട്ടോ. അത് എത്ര മാർക്കിനാണ് മാഡം? മോഡൽ എക്സാമിക്ക് മാർക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ? 60 മാർക്കിനാണോ മാഡം? മാർക്കിന്റെ കാര്യം നമുക്ക് കൺഫേം എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. ഇത് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മോഡൽ എക്സാം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മോഡൽ എക്സാം എന്തായാലും ഉണ്ടാവും. ഇനി പറഞ്ഞ ഫുൾ മാർക്കിന്റെ തന്നെയാണോ? ഓരോ എനിക്ക് തോന്നുന്നു 2 മൊഡ്യൂള് കഴിഞ്ഞിട്ടാണ് എക്സാം എന്നാണോ നിങ്ങളോട് പറഞ്ഞിരുന്നത്? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ കണ്ടായിരുന്നോ? കേട്ടോ എല്ലാവരും? എന്താണ് മൊഡ്യൂള് കഴിയും? ഓരോ 2 മൊഡ്യൂൾ കഴിയുമ്പോഴും എക്സാം ഉണ്ടാവും പറഞ്ഞു. 2 മൊഡ്യൂൾസ് കഴിയുമ്പോൾ എക്സാം ഇടും കേട്ടോ. അപ്പൊ പഠിക്കാം. മോഡൽ എക്സാം ഉണ്ടാവും ഈ ഒരു 2 മൊഡ്യൂളിന്റെ എക്സാമും മോഡൽ എക്സാമും ഒക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ മെയിൻ എക്സാമിനും ഏകദേശം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല. കഴിഞ്ഞ ബാച്ചുകളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായിട്ടുണ്ട് മിക്കവരും കേട്ടോ. ആർക്കും അങ്ങനെ മാർക്ക് കുറവൊന്നും വന്നിട്ടില്ല. എല്ലാവർക്കും നല്ല മാർക്കുകൾ തന്നെയുണ്ട്. നിങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ലഭിക്കട്ടെ കേട്ടോ. നിങ്ങൾ മോഡൽ എക്സാമും മറ്റു എക്സാമുകൾക്കും അറ്റൻഡ് ചെയ്തു കുഴപ്പമൊന്നുമില്ല. അതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ തന്നെ നമ്മൾ മാക്സിമം പഠിച്ചു. ഓക്കെ. ദെൻ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ലേ നിങ്ങള്? ടീച്ചേഴ്സിന്റെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും. നമുക്ക് എന്നാ വരുന്നത്? ട്യൂസ്ഡേ അല്ലേ ഇനി ക്ലാസ് വരുന്നത്? നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ് മാഡം? നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ കൺഫേം ചെയ്തിട്ടില്ല എന്ന് പറയാം കേട്ടോ. മൺഡേ ഒന്ന് അറിയിക്കാം കേട്ടോ. വേറെ ടീച്ചേഴ്സിനോട് ഞാനൊന്ന് പറഞ്ഞേക്കാം. ഏതാണെന്ന് വെച്ചൊന്ന് പറയാം. പ്രിന്റ് എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ
ട്യൂസ്ഡേ അല്ലേ? അതിക്ക് ബുധനാഴ്ച തന്നെ പറയാം. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.